ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓപ്പറേഷൻ നടത്തണ്ടേ? അത് ഇന്നലെ ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഓപ്പറേഷനോ, ഇതെന്ത് RPയുടെ ഒരു ഇമ്പാക്ട് ഇതിന് തരാൻ പറ്റുമെന്ന്. എന്നാൽ ഈ RP ഡയറക്റ്റ് ഓപ്പറേഷനിലോട്ടല്ല പോകുന്നത്. ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട് ഗൈസ്. ഈ ഒരു സ്റ്റോറി മാത്രം ആരോടും പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആരും അറിയാതെ പോയത് ഇതൊക്കെ. ബട്ട് IG-ൽ ഈ ഇടയ്ക്ക് ഞാൻ ഒരു സംഭവം കണ്ടു. ഒരാൾ പറയുന്നു എസ്രാ ലല്ലുവിന്റെ GF-നെ ഫൈൻഡ് ചെയ്യുന്നവർക്ക് 100K എന്ന്. then ആരൊക്കെയോ TW ചാറ്റിൽ നക്ഷത്രമാണെന്ന്. ഡേ എന്തുവാടേ ഇത്? സോ തെറ്റായിട്ട് ആൾക്കാർ വിചാരിക്കുന്നത് നല്ലത് ഉള്ളത് അറിയുന്നതാണെന്ന് വെച്ചിട്ടാണ് ഈ ബാക്ക് സ്റ്റോറി പറയുന്നത്. ഇത് നടക്കുന്നത് എൻ്റെ ഇൻഗെയിം ലെവൽ 5 ഉള്ളപ്പോഴാണ്. സംഭവം ഒന്നും അല്ലടാ, ആ ടൈമിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ. ഒരു കൺട്രോൾ ഇല്ല, സംസാരിക്കാനാണെങ്കിൽ ആരുമില്ല. ആർക്കൊക്കെയോ വേണ്ടി പൈരറ്റ് ജോബ് ചെയ്ത് പീരീഡ് ചെയ്യുന്ന അടി വാങ്ങി കൂട്ടിയിരിക്കുന്ന ടൈം. ഈവൻ മാസ്റ്ററിനെ വരെ ഈ ഒരു ജേർണിയുടെ ഭാഗമായിട്ടാണ് എനിക്ക് കിട്ടിയത്. സഞ്ചരിക്കാൻ വേണ്ടി FCR എടുത്ത ശേഷം IG-ൽ കറങ്ങിയിറക്കുന്ന ടൈം. ഈ ടൈമിൽ രണ്ടുപേരും വന്ന് എൻ്റെ ബൈക്ക് നിഞ്ചാക്കി ചെയ്തുകൊണ്ട് ഇവന്മാരെ എടുത്തുകൊണ്ട് പോകുന്നത് ഒരു വിഷയമല്ല. പക്ഷെ എന്നെ കളിപ്പിക്കാൻ തുടങ്ങി കുറേ നേരം കൊണ്ട്. സപ്പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അവന്മാരുടെ പുറകെ ഓടി കയ്യിലുണ്ടായിരുന്ന പിസ്റ്റൽ വെച്ച് അവന്മാരെ അടിച്ച്. ബട്ട് അവരാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നെ ഡൗൺ ആക്കിയിട്ട് പോയി. നല്ല ദേഷ്യം വന്നു എനിക്ക്. എന്നെ ആരെങ്കിലും EMS-നെ കൊണ്ട് പൊക്കിയാൽ ഇവന്മാരെ കുഴിച്ചിട്ടിട്ട് ബാക്കി കളി കളിക്കുള്ളൂ എന്നുള്ള മൈൻഡ്. ബട്ട് നടന്നത് മറ്റൊന്നായിരുന്നു. ഇതിനെ തുടർന്ന് ഞാൻ EMS-നെ വിളിച്ചു. വന്നതൊരു ലേഡി EMS ആയിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് അവളെ കാണുന്നത്. EMS പൊക്കി കഴിഞ്ഞപ്പോഴേക്കും മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ എനിക്കൊരു ജോക്കായിട്ടാണ് തോന്നിയത്. ദേഷ്യമൊക്കെ എവിടെയോ പോയി. അതിൻ്റെ ആ ആംബുലൻസിൽ തന്നെ കയറി ഞാൻ HP-ലോട്ട് പോയി. ചുരുക്കി പറഞ്ഞ അവളോട് എനിക്കൊരു ക്രഷ് തോന്നിയെന്ന്. ബട്ട് ഈ ഒരു ടൈമിൽ എൻ്റെ അവസ്ഥ എന്തായിരുന്നെന്ന് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരാളെ പോലും പരിചയമില്ലാതെ, ഒരു ഫ്രണ്ട്സ് പോലും ഇല്ലാതെ കളിച്ചുകൊണ്ടിരുന്ന എന്നെ എവിടെയൊക്കെ എത്തിക്കാനുള്ള പവർ ആ ഒരു പ്രശ്നത്തിൽ നിന്നും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒടുവിൽ EMS-ലുള്ള ഒരു മച്ചാനായിട്ട് ഞാൻ നല്ല രീതിയിൽ കമ്പനി. 2 ഡേയ്സ് കഴിഞ്ഞ് പുള്ളി HP കിടന്ന് അടി ഉണ്ടാക്കണതാണ് ഞാൻ കണ്ടത്. ചോദിച്ചപ്പോൾ അവൻ്റെ റാങ്ക് EMS കുറച്ചെന്നാണ് പറഞ്ഞത്. റീസൺ ആണെങ്കിൽ പറയണോ ഇല്ലെന്ന്. സോ എൻ്റെ ഫ്രണ്ട് എന്ന നിലയ്ക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ചോദിക്കാൻ ചെന്നപ്പോഴേക്കും EMS ഉൾപ്പെടെ എല്ലാ EMS-കാരും എന്നെ പൊതിഞ്ഞു. എൻ്റെ ലെവൽ 5 ഉള്ളൂ എന്ന കാരണം പറഞ്ഞ് അവരെന്നെ കളിയാക്കി. ഞാൻ ചെയ്യുന്ന ടാക്സി ജോബിനെ പറഞ്ഞ് കളിയാക്കി. ഞാൻ നക്ഷത്രക്കുട്ടിയുടെ മുന്നിൽ ആളാവാൻ വേണ്ടി വന്ന് ചോദിച്ചല്ലേ ഇതൊക്കെയെന്നും പറഞ്ഞിട്ട് എനിക്ക് കിട്ടാത്ത ഊക്കില്ല എന്ന്. എനിക്ക് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു ആ ടൈമിൽ. സോ ഞാൻ ടൈപ്പ് മാത്രമേ ചെയ്യത്തുള്ളായിരുന്നു ആ ടൈമിലും. റിപ്ലൈ കൊടുക്കാൻ നേരെ പറ്റാത്തതിൻ്റെ പേരിൽ എന്നെ കളിയാക്കാത്ത കാര്യങ്ങളില്ല. ഈവൻ ബാഡ് ആയിട്ടുള്ള ആൾക്ക് വരെ ഇങ്ങോട്ട് വന്നായിരുന്നു. അതിന് അഡ്മിൻ ജയിലൊക്കെ അവർക്ക് കൊടുത്തു. ഒക്കെ കേട്ട് നിന്നു. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു സാധാരണ പയ്യനല്ലേ ഞാൻ. അന്നോട്ട് ഞാൻ വെക്കുന്ന ഓരോ ചൂടും സൂക്ഷിച്ചായിരുന്നു. ഈ വന്ന കളിയാക്കലുകൾക്കുള്ള മറുപടി കൊടുക്കണം. ആദ്യം തന്നെ നക്ഷത്രക്കുട്ടിയുടെ കാര്യം സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. സിറ്റിയിൽ ആര് ഡൗൺ ആയി കിടന്നാലും EMS-നെ വിളിച്ചു വരുത്താൻ തുടങ്ങി. ചില ടൈമിൽ നക്ഷത്രയാണ് ആക്സെപ്റ്റ് ആക്കുക പേഷ്യൻസിനൊക്കെ. അങ്ങനെ സിറ്റിക്ക് ഉള്ളിൽ വെച്ച് അവളെ ഞാൻ ഇടയ്ക്ക് വാച്ച് ചെയ്യും. കൂടെ ടാക്സി ജോബും ചെയ്തുകൊണ്ടേയിരുന്നു. കുറച്ച് ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്ക് EMS-ൽ പുതിയ റൂള് വന്നു. പേഷ്യൻസ് കോൾ ചെയ്താൽ മാത്രം EMS പോയാൽ മതി എന്ന റൂൾ. സോ ഇതിനെ തുടർന്ന് പുറത്ത് വെച്ച് നക്ഷത്രയെ വാച്ച് ചെയ്യുന്ന പരിപാടി അങ്ങ് നിന്നു. സോ ഞാൻ എൻ്റെ അടുത്ത ചുവട് വെച്ചു. ഒരു ടാക്സി സ്റ്റാൻഡ് അങ്ങ് HP-യുടെ മുന്നിലങ്ങ് ഇട്ടു. ടാക്സി ഓടിക്കുന്നവരായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കി. കുൻഫു ഡ്രസ് ഇട്ട് പോയ ഒരു വഴിപോക്കനാണ് പീറ്റർ പാക്കരൻ. അന്നാണ് മാസ്റ്ററിനെ ആദ്യമായിട്ട് കാണുന്നത്. പുള്ളി എന്നെ ശിഷ്യനാക്കി കുൻഫു പഠിപ്പിക്കാൻ തുടങ്ങി HP-ലിട്ട് തന്നെ. ഒഴിവ് സമയം കിട്ടുമ്പോൾ നക്ഷത്ര കുൻഫു കാണാൻ വരാറുണ്ട്. മാസ്റ്ററിന്റെ ഫ്രണ്ട്സ് അങ്ങനെ എൻ്റെ ഫ്രണ്ട്സായി. ഇതിനിടയിൽ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്ത കഴിവേറി എന്ന് വിചാരിക്കല്ലേ. എൻ്റെ രണ്ടാമത്തെ വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈം പീരീഡിൽ നടന്നതൊക്കെയാണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാണ്ടിരിക്കില്ലേ. ഈ ഒരു സമയത്ത് തന്നെ 58 പേര് വെച്ച് നടത്തിയ മാരത്തോൺ ഇവന്റ് ഞാൻ വിൻ ചെയ്തു. ഇത് കഴിഞ്ഞ് ആദ്യമായിട്ട് ഞാൻ കാണാൻ പോയതും അവളെയാണ്. അവളുടെ വക അന്ന് കൺഗ്രാറ്റ്സും കിട്ടിയായിരുന്നു. ഇതിനപ്പുറം വെറും ടാക്സി എന്നും പറഞ്ഞ് പുച്ഛിച്ച് വിട്ട അതേ ടാക്സി ജോബ് ഫാക്ഷനാക്കിയ ഒരു ചരിത്രം ഞാൻ ഉണ്ടാക്കി. എടാ ഇതൊക്കെ ഉള്ളതാണോടെ? ജസ്റ്റ് ഒന്ന് സിറ്റിയിലോട്ട് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ ടാക്സി ഫാക്ഷൻ്റെ ബസ്സൊക്കെ ഇരുന്ന് കാണാം. ആ ചരിത്രം ഇപ്പോഴും സിറ്റിയിൽ തന്നെ ഉണ്ട്. വെറും ടാക്സി ജോബ് കൊണ്ട് പല സിറ്റിസൺസിൻ്റെയും ഒരു ഇഷ്ടപ്പെട്ട വ്യക്തിയായി മാറി. അവളോട് ചെറിയ കഷ്ടമുണ്ടെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് ശല്യപ്പെടുത്താറൊന്നുമില്ല. എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് മിണ്ടും. എനിക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവില്ല, എല്ലോ അപ്പോൾ ശരിക്കും കോഴിയാണെന്ന്. IG-ലുള്ള ഏതെങ്കിലും ഒരു പെങ്കൊച്ച് ഞാൻ കോഴിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരാം. കുറേ RP ഒന്നും ഓർമ്മയില്ലടാ. ഇവളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഷിങ്ങിൽ വെച്ച് KGF 2-ന്റെ ഹെലീസിയം വരെ IG കൊണ്ടുവന്നായിരുന്നു ഞാൻ. അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം തരണം ചെയ്ത് ഞാൻ ഒരു കരയ്ക്കെത്തി. ബട്ട് ഒന്നും കൂടെ ബാക്കിയുണ്ട്. അതാണ് എൻ്റെ വോയിസ്. IG-ൽ എൻ്റെ വോയിസ് കേട്ടിട്ടുള്ളവർ വളരെ കുറവാണ്. ചില സമയങ്ങളിൽ പോലീസ് പിടിക്കുമ്പോൾ നിനക്കെന്താ സംസാരിക്കാൻ അറിയില്ലേ, മൈക്ക് ഓണാക്കട എന്നും പറയുമ്പോൾ പതറാറുണ്ട് ഞാൻ. ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇന്ന് എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ വ്യൂവേഴ്സ് ഉണ്ടാവും എന്ന ധൈര്യത്തിൽ ഞാൻ IG-ൽ വോയിസ് ഓൺ ആക്കാൻ പോവുകയാണ്. ഇവരെ എല്ലാം വെച്ചുകൊണ്ട് തന്നെ ഒരു RP ഓപ്പറേഷൻ ചെയ്ത് EMS-നെ കൊണ്ട് തന്നെ വോയിസ് ശരിയാക്കിപ്പിക്കും. അല്ലല്ലോ, പേടിക്കാനൊന്നുമല്ല. ലൈഫ് ഫോം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കാര്യം ചെയ്യും. നിങ്ങൾ ഓപ്പറേഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് ബോധം ഉണ്ടാവില്ല, അത് വേറെ കാര്യം. കാരണം അവർ അനസ്തേഷ്യ തന്നിട്ടാണ് നിങ്ങൾക്ക് ഓപ്പറേഷൻ നടത്താം. പിന്നെ ഏത് ഡോക്ടറിൻ്റെ അടുത്താണ് നിങ്ങൾ കാണിക്കുന്നത്? പേര് അറിഞ്ഞൂടല്ലേ. ഞാൻ എന്തായാലും ഡോക്ടറിൻ്റെ അടുത്ത് പറയാം. നക്ഷത്രയാണെന്ന് തോന്നുന്നത്. ലല്ലു ആരാ? നക്ഷത്രയാണോ?
ഓ അവ നക്ഷത്ര നക്ഷത്ര നക്ഷത്ര